നമസ്കാരം. ഇന്ന് ജൈവ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ രാസ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും വിളവ് കിട്ടുന്നില്ല, ഉൽപ്പാദന ചെലവ് കൂടുന്നു എന്നല്ല. പക്ഷേ പലപ്പോഴും ഈ ജൈവ കർഷകർക്ക് ജൈവ രീതിയിൽ എങ്ങനെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കണമെന്ന് അറിയില്ല. ഒരു കാലത്ത് മണ്ണിന് നല്ല pH ഉണ്ടായിരുന്നു, കീടങ്ങൾ കാര്യമായിട്ടില്ലായിരുന്നു. ആ സാഹചര്യങ്ങളിൽ എന്ത് എടുത്തെറിഞ്ഞാലും മണ്ണിലുണ്ടാകുന്ന ഒരു കാലമായിരുന്നു. അതിൽ നിന്ന് ഇന്ന് മാറി മണ്ണെല്ലാം അസിഡിക് സോയിലായി, മണ്ണിൽ വേണ്ടത്ര മൈക്രോ ന്യൂട്രിയൻസുകൾ ഇന്ന് ഇല്ലാതായി. ഈ സാഹചര്യത്തിൽ പല ആളുകളും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചാണകവും മൂത്രവും പച്ചിലവളവും ചേർത്ത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷി ശരിയാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി എക്കോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ശരിയായ ജൈവ കൃഷി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ചെടിക്ക് 17 മൂലകങ്ങൾ പ്രധാനമായിട്ടും ആവശ്യമുണ്ട്. അതിൽ 3 മൂലകങ്ങൾ അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കിട്ടും. ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാം. പക്ഷേ ബാക്കിയുള്ള 14 മൂലകങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുത്താൽ മാത്രമേ അത് മരത്തിൽ കിട്ടുകയുള്ളൂ. ഈ 14 മൂലകങ്ങൾ നമുക്കറിയാം: NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, മാംഗനീസ്, മോളിബ്ഡിനം, നിക്കൽ, സിങ്ക്, കോപ്പർ എന്നുവേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ, അതിസൂക്ഷ്മ മൂലകങ്ങളും എല്ലാം മണ്ണിൽ കൊടുത്താൽ മാത്രമേ കൃഷി ശരിയാവുള്ളൂ. ഇങ്ങനെ നമ്മൾ കൃഷിയെ ശരിയാക്കാൻ വേണ്ടി നമ്മളുടെ കമ്പനി ധാരാളം ബയോസ്റ്റിമുലൻറ്റുകൾ ഡെവലപ്പ് ചെയ്തു, എല്ലാ മൂലകങ്ങളും മണ്ണിൽ കിട്ടുന്ന രീതിയിൽ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്: കീട നിയന്ത്രണത്തിന് പലപ്പോഴും ഫംഗസുകളുടെ അറ്റാക്ക് മൂലം നമ്മൾ എത്ര നന്നായിട്ട് കൃഷി ചെയ്താലും മണ്ണിൻ്റെ pH ശരിയാക്കി, മണ്ണിൽ വേണ്ടത്ര കാർബൺ കൊടുത്തു, എല്ലാം ചെയ്യുമ്പോഴും പലപ്പോഴും ഈ ഫംഗസ് അറ്റാക്ക് വന്നിട്ട് ചെടികൾ നശിച്ചു പോകുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു ബയോസ്റ്റിമുലൻ്റാണ് ക്യൂർ പ്ലസ്. ശരിക്കും ക്യൂർ പ്ലസിൻ്റെ ആപ്ലിക്കേഷൻ വഴി ശരിക്കും നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 3 ml ക്യൂർ പ്ലസ് വരെ നമുക്ക് ഉപയോഗിക്കാം. ആ ക്യൂർ പ്ലസിൻ്റെ ആപ്ലിക്കേഷൻ വഴി ശരിക്കും നമുക്ക് ഫംഗസുകളെ ഇല്ലാതാക്കാനും കൂടി സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഹ്യൂമിക്കും ഫൾവിക്കും സീവീഡും ഒക്കെ ചേർത്ത് കൃഷിയെ നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഫംഗസ് അറ്റാക്ക് നേരിടുന്നുണ്ടെങ്കിൽ കർഷകന് ഈ ഒറ്റ മൂല്യം കൊടുത്തുകൊണ്ട് ശരിക്കും നമുക്ക് ഫംഗസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രോഡക്റ്റാണ് SPCയുടെ ക്യൂർ പ്ലസ്.